കലാകേരളത്തിനും മലയാള സാഹിത്യത്തിനും മലയാള ഭാഷയ്ക്കും തീരാ നഷ്ടം തന്നെയാണ് MT എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന MT വാസുദേവൻ നായരുടെ വിയോഗം. അദ്ദേഹത്തിൻ്റെ നാലുകെട്ട് എന്ന നോവലിൽ പറഞ്ഞ ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, ഒരു ആമിനത്താത്തയും മകനും. ആ മകൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹം MT വാസുദേവൻ നായരെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. കൂടെ ഭയങ്കര കാറ്റും മഴയും ഇതും ഒക്കെ കൂടെ വന്ന് പേരുടെ എൻ്റെ അമ്മ എന്നെ പെറ്റ 7-ൻ്റെ അന്ന് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് കാറ്റ് വന്ന് ഇതായി പെരയുടെ കണ്ടിക്കല്ല് വീണു, താഴ്ത്ത് വീണു. അപ്പം അമ്മ എന്നെയും ഒരു തുണിയിൽ പൊറിഞ്ഞ് പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് വാപ്പ അവിടെ ഉണ്ടായിരുന്നില്ല. വാപ്പ പിന്നെ വന്നപ്പോൾ ഈ കാറ്റിൻ്റെ ഇതിൽ വാപ്പാടെ ഉമ്മാനെയും പിടിച്ചു പുറത്തിറങ്ങി തെക്കേപ്പാട്ടേക്ക് പോകാനും വേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്കുമ്പോൾ അവിടെ മരങ്ങൾ വീണ് പോകാൻ വയ്യാതെ ബുദ്ധിമുട്ട് ഒരു ജാതിയിൽ ഒരു ബുദ്ധിമുട്ടിയ നിലയിൽ പുറത്തിറങ്ങി ഉമ്മാനെയും എന്നെയും പിന്നെ കുടിച്ചിട്ട് തെക്കേപ്പാട്ട് കണ്ട് കുറച്ച് കണ്ട് പോകണം 2-3 കണ്ടം ആണ്ട് പോയി തെക്കേപ്പാട്ട് കണ്ട് കയറിയിട്ട് അപ്പോഴേക്കിന് വാപ്പാടെ ഉമ്മ കയ്യിൽ നിന്ന് പോയിരുന്നു കാറ്റിൻ്റെ ശബ്ദം കൊണ്ട്. അങ്ങനെ ഉമ്മാനായിട്ട് എന്നെ തെക്കേപ്പാട്ട് കണ്ടാക്കിയിട്ട് നീ ഇനിയാണ്ട് പോയിക്കോ, ഞാൻ ഉമ്മാനെ തരട്ടെ എന്ന് പറഞ്ഞാണ്ട് പോയി. പിന്നെ ഉമ്മ അങ്ങനെ കയറിപ്പോയി. ഞാൻ മരിച്ചിരിക്കുന്നതാണ് ഉമ്മയുടെ ഉദ്ദേശം എന്ന്. പക്ഷേ എങ്കിലും കാറ്റിൻ്റെ ശക്തി കൊണ്ട് തെക്കേപ്പാടേക്ക് പോണ വഴിയിൽ 2 ഭാഗത്തു നിന്നും വാഴയും കഴുങ്ങും ഇങ്ങനെ വീണിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നൂഴ്ന്ന് ഇങ്ങനെ പോണ സമയത്ത് വാഴൻ്റെ ഇല കവിളത്ത് തട്ടിയ മരിച്ചിട്ടില്ല എന്നുള്ള ഉറപ്പിൽ അങ്ങനെ പോയി തെക്കേപ്പാട്ട് കയറി ചെന്നു. അവർ ഓലക്കൊടിയൊക്കെ ഇട്ട് ചൂടാക്കി തന്നു, അമ്മനെ അവിടെ നിർത്തി. അങ്ങനെ പിന്നെ 2-ാം തീയതി വാപ്പ വന്നു വാപ്പാടെ ഉമ്മാനെ മൂച്ചുകൊമ്പത്ത് തടഞ്ഞിരുന്നിരുന്നു. അതിനെ കെടുത്തി അതിനെ വീട്ടിൽ കൊണ്ടാക്കി. അങ്ങനെ ഒരു 3 മാസത്തോളം അവിടെ വീട്ടിൽ താമസിച്ചു. തെക്കേപ്പാട്ട വീട്ടിൽ തന്നെ ആയിരുന്നു താമസമൊക്കെ. MT ആയിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? MT ആയിട്ടുള്ള ബന്ധം MT അന്ന് അത്ര ആയിട്ടില്ല. പിന്നെ MT എഴുത്തും പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കിന് കോഴിക്കോട് പോയിട്ട് വരുമ്പോൾ മൂപ്പര് ഈ സ്നേഹം പുലർത്തിയിരുന്നു. വാമ്പടമ്മനെ കണ്ട് വീട്ടിൽ വന്ന് വല്ല കാശൊക്കെ കൊടുത്തിട്ടാണ് MT പോയിരുന്നത്. അങ്ങനെയുള്ള ബന്ധം. പിന്നെ നവതിക്ക് വരുമ്പോഴൊക്കെ കണ്ട് സംസാരിക്കുമായിരുന്നു. മൂപ്പരുടെ നവതിക്ക് ഞാൻ വീട്ടിൽ പോയി കണ്ട് മൂപ്പര് വർത്തമാനം പറഞ്ഞു ഫോട്ടോ ഒക്കെ എടുത്ത് പേപ്പറിലൊക്കെ വന്നിരുന്നു. അങ്ങനെയുള്ളതൊക്കെ തന്നെയാണ് ജീവിതം. ഇപ്പം എൻ്റെ MTയുടെ വീട്ടിലിപ്പോൾ ആരുമില്ല, വീട് അടഞ്ഞു കിടക്കുക. പ്രിയപ്പെട്ട ആ കലാകാരന് കണ്ണീരോടെ ആദരാഞ്ജലികൾ.